കൃഷ്ണകുമാറാണ് എൻ്റെ കൂടെയുള്ളത്. ഒരുപാട് ആമുഖങ്ങളുടെ ആവശ്യമില്ലാത്ത കൃഷ്ണകുമാർ PS. താങ്ക് യു ചേച്ചി. സുഖമായിരിക്കുന്നു? സന്തോഷമായിട്ട് പോകുന്നു. ഓട്ടത്തോട് ഓട്ടമാണെന്ന് അറിഞ്ഞല്ലോ. ജീവിക്കണ്ടേ? എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ പറഞ്ഞേ? സന്തോഷത്തോടെ പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ഇടത്തിന്റെ ഒരിടത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരു അടുത്ത ഘട്ടത്തിലോട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. നല്ല വാർത്തകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. എന്താണ് ഒരിടന്ന് ഒരുപക്ഷെ അറിയാത്തവര് കുറവായിരിക്കും എങ്കിലും ഒരിടം എ പ്ലേസ് ഫോർ ലവ്, ഹോപ്പ് ആൻഡ് കെയർ. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, പ്രതീക്ഷയുടെ ഒരിടം. മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ബാധിച്ച ടേക്ക് കെയർ ചെയ്യാനുണ്ടാത്ത ഒരുപാട് പേരുണ്ട്. അത്തരം ആളുകൾ മൈൻഡ് ട്രസ്റ്റിൻ്റെ ഭാഗമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരം ആളുകളെ ഏറ്റെടുത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ലിവിങ് സാധ്യമാക്കുന്ന ഇന്ത്യയിലെ തന്നെ ഇത്തരം ഒരു കോൺസെപ്റ്റിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ലിവിങ് സെൻ്ററാണ്. അതൊരു വൊക്കേഷണൽ ട്രെയിനിങ്ങും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഭാവിയിൽ അതൊരു മെഡിക്കൽ ആൻഡ് എൻജിനീയറിങ് റിസർച്ച് സ്പേസ് കൂടിയായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നൊരു ലക്ഷ്യമാണുള്ളത്. അതാണ് നമ്മുടെ വിഷൻ, അതാണ് നമ്മുടെ സ്വപ്നം, അതാണ് നമ്മുടെ ആഗ്രഹം. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ് അത്. ഒരുപാട് പേർക്ക് കൃഷ്ണകുമാറിനെ അറിയാം, കൃഷ്ണകുമാർ ചെയ്യുന്ന കാര്യങ്ങളറിയാം, കൃഷ്ണകുമാറിൻ്റെ ജീവിതം അറിയാം. പക്ഷേ ഒരുപാട് പേർക്ക് ഇനിയും വേണ്ടത് കൃഷ്ണകുമാറിൻ്റെ പ്രചോദനമാണ്. ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട്, എല്ലാം ഉണ്ട്. ഏറ്റവും അധികം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കണം, ജീവിക്കേണ്ടത് എൻ്റെ അത്യാവശ്യമാണ് എന്ന് തോന്നിയൊരു മൊമെൻ്റ് എപ്പോഴായിരുന്നു? ശശി, ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് എൻ്റെ ട്രസ്റ്റ്, എൻ്റെ ഓർഗനൈസേഷൻ എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് സത്യം, അതാണ് ശരിയായ കാര്യം. ഓക്കെ, 2017 മെയ് 1-നാണ് മൈ ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. അന്ന് തൊട്ട് ഞാൻ എൻ്റെ ഭാഗമാണ്. അന്ന് വന്നാതെ ഒരു ട്രോമയിൽ നിന്ന് പതിയെ ഇവോൾവ് ചെയ്യുന്ന സമയത്ത്, ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് മൈൻഡിൻ്റെ ഫൗണ്ടർ മെമ്പറായ പ്രജിത്ത് ഏതനും മൈൻഡിൻ്റെ ഫൗണ്ടേഴ്സ് ഒരാളായ ആശ ചേച്ചിയാണ് എനിക്കതൊരു ഞാൻ ഈ സൊസൈറ്റിയുടെ ഭാഗമാണെന്നും ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ അതേ അവസ്ഥയിലുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചില ഇണയനക്കങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ബോധ്യപ്പെടുത്തിയത്. അന്നൊരു ഭയങ്കര എന്നെ ഒന്നാതെ ഇൻസ്പയർ ചെയ്തൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വെബ്സൈറ്റ് അദ്ദേഹത്തെ നമ്മൾ ആ സമയത്ത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കോണ്ടാക്ട് നമ്പർ വെച്ചിരുന്ന എൻ്റെയാണ്. അപ്പോൾ ഇന്ന് ഈ സംസാരിക്കുന്ന ശബ്ദം പോലും എൻ്റെ കയ്യിലില്ല. വളരെ സ്ഫുടമല്ലാത്ത, ഒട്ടും വ്യക്തതയില്ലാത്ത ശബ്ദമാണ്. അന്ന് ഞാൻ മൈൻഡ് ചെയർമാനായിരുന്ന KK കൃഷ്ണനായിട്ട് ചോദിച്ചു, ചേട്ടാ എന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ വിളിക്കുന്ന ഒരാൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമാകണമെന്നില്ല. അപ്പോൾ കൃഷ്ണത്തിൽ എന്നോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, എന്താ 10 പേര് വിളിച്ചാൽ ഓക്കെ, അത് ഒരാൾക്ക് നീ പറയുന്നത് മനസ്സിലാകും, അത് മതി. അതൊരു വല്ലാത്തൊരു കോൺഫിഡൻസാണ് എനിക്ക് ഉണ്ടാക്കിയത്. തുടർന്ന് ഞാനൊരു 2 years കണ്ടിന്യൂസ് ആയിട്ടൊരു 4 സ്പീച്ച് പതോളജിസ്റ്റുകളെ കണ്ടു, ഒരു നിരന്തരമായ ട്രെയിനിങ്ങുകൾ നടത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു ശബ്ദമെങ്കിലും എനിക്കുണ്ടായത്. അതൊക്കെ എൻ്റെ ഓർഗനൈസേഷൻ, എൻ്റെ കുടുംബം എനിക്ക് തന്ന ഒരു കോൺഫിഡൻസാണ്. അതാണ് 2 വർഷം മിണ്ടാൻ പറ്റാതിരുന്ന, അല്ലെങ്കിൽ വ്യക്തമല്ലാതിരുന്ന സംസാരത്തിൽ നിന്ന് ഇന്ന് എത്ര വേദികളിലാണ് കൃഷ്ണകുമാർ സംസാരിക്കാനായിട്ട് പോകുന്നത്, വിളിക്കുന്നത് എന്നുള്ളതാണ്. സ്കൂളുകളാവട്ടെ, കോളേജുകളാവട്ടെ, ഓർഗനൈസേഷൻ ആവട്ടെ, എല്ലായിടത്തും കൃഷ്ണകുമാർ എത്തുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്, എന്നാലും ഞാൻ പറയുകയാണ്, അത് നമുക്ക് കിട്ടും, സ്വാഭാവികമായിട്ടും കിട്ടും.